പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ ശക്തമായ സംരക്ഷണം നൽകണം. ജോബിന്റെ മക്കൾക്കും അങ്ങ് വേലികെട്ടി സംരക്ഷണം നൽകിയതുപോലെ ഞങ്ങളുടെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ മക്കളെ സംരക്ഷിച്ച് പിടിക്കണം. തിന്മ കടന്നു വരാതെ, പിശാച് കടന്നു വരാതെ, ശത്രു കടന്നു വരാതെ, നാശം കടന്നു വരാതെ, പരാജയം കടന്നു വരാതെ, ഒത്തിരി അടിമത്തങ്ങള്, പ്രലോഭനങ്ങള്, പൈശാചിക പീഡകള്, ആഭിചാര ശക്തികള് ഒന്നും കടന്നു വരാതെ ഞങ്ങളുടെ മക്കൾ പരിപൂർണമായ സംരക്ഷണത്തിന് ആയിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾക്കെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളും, ശത്രുവിന്റെ കൂരമ്പുകള്, അതിന്റെ ശക്തി ക്ഷയിപ്പിച്ച്, അതിനെ മുളയൊടിച്ച്, അതിന്റെ സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞ് ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ. അവർക്ക് വേണ്ട വിജയം, സംരക്ഷണം, അനുഗ്രഹം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് വലിയ സ്നേഹത്തോടെ നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല, നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കണം. ഇന്ന് നമ്മുടെ മക്കൾ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ, ജഡത്തിന്റെ, പിശാചിന്റെ സ്വാധീനങ്ങൾ പല വിധത്തിൽ ഒത്തിരി പ്രലോഭനങ്ങളായി, ഒത്തിരിയേറെ മാധ്യമങ്ങളിലൂടെ, ഒത്തിരി കൂട്ടുകെട്ടിലൂടെ, വശീകരണ ശക്തികളിലൂടെ, പിന്നെ ആഭിചാര്യം, മന്ത്രവാദം, ക്ഷുദ്രപ്രവൃത്തി, ഹലാല് ഭക്ഷണങ്ങള്, വശീകരണ യന്ത്രങ്ങള്, പ്രേമക്കുരുക്കുകള്, അങ്ങനെ പല വിധത്തില് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വരുമ്പോ, നമ്മുടെ മക്കളുടെ പരീക്ഷയെ, പഠനത്തെ, അല്ലെങ്കിൽ ജീവിതത്തെ, ജോലി മേഖലകളെ, അഡ്മിഷന്, ഒരു വളർച്ചയെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോ, നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ശത്രുവിന് കടന്നു വരാനോ തൊടാനോ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മക്കൾക്ക് വലിയ സംരക്ഷണം വേണം. വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാരുണ്യ സ്ഥലത്തിലേക്ക് കടന്നു വന്നിട്ട് ആ മകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് എനിക്ക് സംരക്ഷണം നൽകണമേ. ഇന്ന് നമ്മുടെ മക്കൾ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പഠിക്കാൻ വേണ്ടി, ദൂര സ്ഥലത്ത്, വിദേശത്ത്. നമ്മൾ ഇന്ന് മാറി കോളേജില് പല ഇടങ്ങളിൽ ചെല്ലുമ്പോ ഞാൻ പറയാറുണ്ടല്ലോ, മക്കളെ, ഒരു ആത്മീയ പോരാട്ടം അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒരു പോരാട്ടം നടക്കുമ്പോ നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. പ്രത്യേകിച്ചും ആത്മീയമായ പോരാട്ടത്തില് അവരെ സംരക്ഷിക്കാൻ ഈ ലോകത്തില് ആർക്കുമേ കഴിയില്ല. അതിനെന്ത് വേണം? ആത്മീയമായ സംരക്ഷണം എല്ലാ തലത്തിലും നൽകുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് ശക്തമായ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് 147 സംഗീതം പറഞ്ഞത്, തന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ കർത്താവ് സംരക്ഷിക്കുന്നു. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ തിരുഹൃദയത്തിന്റെ കോട്ടയ്ക്കുള്ളില് നമ്മുടെ മക്കൾ ആയിരുന്നാല് ഒരു ശക്തിക്കോ, ഒരു പിശാചിനോ, മാത്രമല്ല അച്ഛൻ പറയാറില്ലേ, ആഭിചാര്യം, വശീകരണ യന്ത്രങ്ങള്, കൂടോത്രങ്ങള് നമ്മളെ മക്കളെ നശിപ്പിക്കാൻ, തകർക്കാൻ, തടസ്സപ്പെടുത്താൻ പല പല പൈശാചിക ആക്രമണങ്ങള് പലരിലൂടെ, മീഡിയ, ഡാർക്ക് വെബ്, മൊബൈല്, ഗെയിമുകള്, പൈശാചിക പ്രവൃത്തികള്, ഇലൂമിനാറ്റി, ഫ്രീമേസൺസ്, ഓജോ ബോർഡ്, ഇങ്ങനെ പല വിധത്തില് പൈശാചികമായ അതിശക്തമായ ആക്രമണങ്ങൾ കടന്നു വരുമ്പോ അതിലൊന്നും പെടാതെ നമ്മുടെ മക്കൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ശക്തമായ സംരക്ഷണം ലഭിക്കണം. അത് ഈ ലോകത്തില് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. ഒരു പോലീസിനോ, ഒരു ഡിപ്പാർട്ട്മെന്റിനോ, ഒരു ഗവൺമെന്റിനോ, ഒരു ശക്തിക്കോ, ഒരു കൂട്ടുകാർക്കോ, നമുക്ക് ആർക്കുമോ ഈ സംരക്ഷണം നൽകാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പൊന്നു മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാതെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില്
ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകണം. ഈ മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക്, നമ്മുടെ പഠനത്തിന്, ജോലിക്ക് ഒരു തടസ്സവും കടന്നു വരാൻ പാടില്ല. ഒരു ശത്രു കീഴ്പ്പെടുത്താൻ പാടില്ല. സാമ്പത്തിക മേഖല, ബിസിനസ്, കൃഷിയിടങ്ങൾ, നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, മക്കളുടെ പഠനം, അവരുടെ സ്വഭാവം, അവരുടെ ചിന്ത, അവരുടെ വികാരങ്ങള്, ആസക്തികള്, തോന്നലുകള്, തീരുമാനങ്ങള്, ഇതിലേക്കൊന്നും ഒരു പൈശാചിക ശക്തിയും കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ആത്മ, ശരീര എല്ലാ മേഖലകളെയും കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് സംരക്ഷിക്കണം. നമ്മുടെ മനസ്സ്, ചിന്തകള്, വികാരങ്ങള്, അവയവങ്ങള്, ശരീരം എല്ലാം സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഈ കോട്ടയ്ക്ക് വെളിയിൽ നമ്മുടെ മക്കൾ പോകാൻ പാടില്ല. അതുപോലെ കർത്താവേ അങ്ങയുടെ കരം കൊണ്ട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെ ആ തിരുഹൃദയത്തിൽ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ എന്റെ ജീവിതത്തിന്, എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിന്, എന്റെ പഠനത്തിന്, എന്റെ ജോലിക്ക്, എന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും, എന്റെ ഇന്റർവ്യൂ, എന്റെ പഠന മേഖല, എന്റെ പരീക്ഷ, എല്ലാ മേഖലകൾക്കും അങ്ങയുടെ സംരക്ഷണം വേണം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക, ഈ ഒരു സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് ഈശോയെ അങ്ങ് കൊടുക്കണം. നശിപ്പിക്കാൻ ഒരു ശത്രുവും കയറി വന്ന് ആക്രമിക്കാൻ പാടില്ല. ആരും, സക്രിയ പ്രവാചന പുസ്തകം 9:10 വായിക്കുന്നുണ്ടല്ലോ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവർക്ക് ചുറ്റും വേലി കെട്ടി പാളയമടിച്ച് സംരക്ഷണം നൽകും. ഈ പാളയമടിച്ചുള്ള സംരക്ഷണത്തിന്റെ പൂർണ്ണതയാണ് മക്കളെ തിരുഹൃദയം. തുറക്കപ്പെട്ട ഹൃദയം. ആ ഹൃദയത്തിൽ നമ്മെല്ലാവരും സ്വീകരിക്കുവാൻ, നമ്മുടെ മക്കളെ സ്വീകരിക്കുവാൻ ഈശോ ഒരുക്കമാണ്, സന്നദ്ധനാണ്. നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ എടുത്ത് തിരുഹൃദയത്തിലേക്ക് ഇന്ന് സമർപ്പിക്കണം, പ്രതിഷ്ഠിക്കണം. ഇന്ന് ആരാധനയില് നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തെ തൊട്ടുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും എടുത്തു വച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കളാരും നശിച്ചു പോകാൻ പാടില്ല, തകർക്കപ്പെടാൻ പാടില്ല, പിശാച് ആക്രമിക്കാൻ പാടില്ല, രോഗാരൂപി കയറി നശിപ്പിക്കാൻ പാടില്ല. ഒരു തടസ്സപ്പെടുത്തുന്ന ആഭിചാര്യ, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്ര, വശീകരണ ശക്തികൾ, ഒറിജിനിന്റെയോ ഹനാനിന്റെയോ ശക്തികൾ ഞങ്ങളുടെ മക്കളെ കീഴ്പ്പെടുത്താൻ പാടില്ല. അവകാശപ്പെട്ട് ഏറ്റവും സുരക്ഷിതമായ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളാരും തെറ്റിപ്പോകില്ല. മാത്രമല്ല, നമ്മുടെ മക്കൾ ജയിക്കും, പഠിക്കും, ബിസിനസ്സില്, ജോലിയില്, കുടുംബജീവിതത്തില്, എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മുടെ മക്കൾ എല്ലാ കൃപകളിലും ജീവന്റെ സമൃദ്ധിയിൽ നിറയപ്പെട്ട് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഒരു സംശയമുണ്ട, ഈ ഒരു പ്രാർത്ഥന അതിശക്തമായി പ്രാർത്ഥിച്ചോ. ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എന്റെ മക്കൾക്ക് സംരക്ഷണം. നിന്റെ മക്കൾ വെഴുതിക്ക് പോയിട്ടുണ്ടാകാം, ചില തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം, രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അടിമത്തത്തിലോ ബന്ധനത്തിലോ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം അങ്ങ് നൽകിക്കൊണ്ടാണ് ഞങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അങ്ങ് അനുവദിക്കുന്നത്. ഈ ശപിക്കപ്പെട്ട മണ്ണില്, ദുഷ്ടന്റെ ശക്തി വലയത്തപ്പെട്ടു പോയ ലോകത്തില്, ദൈവമക്കൾ നാശം ആഗ്രഹിക്കുന്ന ലോകാരൂപിയുടെ പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങളുടെ, പല പല ആസക്തികളുടെ, പല പല ശത്രുക്കളുടെയൊക്കെ ആധിപത്യത്താൽ നിറയപ്പെട്ട ഈ ലോകത്തില് ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങ് അതിശക്തമായ സംരക്ഷണം നൽകിയാണല്ലോ കാത്തു സൂക്ഷിക്കുന്നത്. ജോബിന് അങ്ങ് സംരക്ഷണം നൽകി. അങ്ങയുടെ മക്കൾക്ക് അങ്ങ് തന്നെ വലിയ സംരക്ഷണം നൽകി. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ അങ്ങ് തന്നെ പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകുന്നു. കർത്താവേ, ആ വലിയ സ്നേഹത്തിന്റെ പൂർത്തീകരണമായി അങ്ങയുടെ തിരുഹൃദയം ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറന്നുകൊണ്ട് ആ ഹൃദയത്തിനുള്ളില് അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടുന്ന്
ചേർത്ത് പിടിക്കുന്നല്ലോ. ഈശോയെ, ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിച്ച് പിടിക്കണമേ. തിരുഹൃദയത്തിലേക്ക് ദൈവികാന ഈശോയെ തൊട്ടുകൊണ്ട് നമ്മുടെ മക്കളെ എടുത്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എടുത്തു വച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, വഴുതിറ്റിപ്പോയ മക്കള്, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഒത്തിരിയേറെ തെറ്റിപ്പോയ മക്കള്, തോറ്റുപോയ മക്കള്, നിരാശപ്പെട്ട് കിടക്കുന്ന മക്കള്, ആ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇനി മറ്റെല്ലാ മക്കളെയും സമർപ്പിക്കുക. പഠിക്കുന്ന മക്കള്, നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന മക്കള്, വിശുദ്ധ ജീവിക്കുന്ന മക്കള്, ഈ മക്കളെ നമുക്ക് എത്ര മക്കളുണ്ടോ ആ മക്കളെ എല്ലാവരെയും കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് എടുത്ത് പ്രതീക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ, ഒപ്പം ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്ന അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക്, അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിലയില്ലാത്ത കടല് പോലുള്ള മഹാസാഗരമായ അങ്ങയുടെ കരുണക്കടലിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഒരു ശത്രു കടന്നു വരാതെ, ഒരു പിശാചിന് കീഴ്പ്പെടുത്താൻ പറ്റാതെ, ആര് കയറി ഇറങ്ങി നടക്കാതെ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്, പഠനത്തിന്, ജോലിക്ക്, ബിസിനസ്സിന്, സാമ്പത്തിക മേഖലകൾക്ക്, അവരുടെ വളർച്ചയ്ക്ക് ഒന്നിനും തടസ്സപ്പെടുത്താൻ ഒന്നിനും പറ്റാത്ത വിധത്തിൽ കർത്താവേ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വലിയ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 18-ാം തീയതിയിലെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ജപം. സ്നേഹം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എന്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിൽ എന്റെ ആത്മാവിനെ, എന്റെ മക്കളെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയും ശരീരങ്ങളെയും മനസ്സിനെയും, ഞങ്ങളുടെ മക്കളുടെ പഠനം, ജോലി, ബിസിനസ്, പരീക്ഷ എല്ലാത്തിനെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എന്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ. കോപിച്ചിരിക്കുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയ കർത്താവേ, ലോകരക്ഷിതാവായ എന്റെ നല്ല ഈശോയെ, എന്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപിടിക്കുന്നതിന് വേണ്ട അനുഗ്രഹം തന്നിരണമേ. ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയില്, സ്നേഹത്തില്, വലിയ ക്ഷമയില്, ദൈവകൃപയില് അങ്ങയുടെ തിരുഹൃദയത്തിൽ എന്നും ജീവിക്കട്ടെ, വളരട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ. സൽക്രിയ. നമ്മുടെ വിരോധികൾക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണത്തിനായി
വലിയ കൃപയ്ക്കായി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ട സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച മക്കളെ, വലിയൊരു മേഖലയാണ്. അച്ഛൻ പറഞ്ഞത് വലിയൊരു മേഖലയാണ്. നമ്മുടെ മക്കൾ എങ്ങനെ നശിക്കണമെന്ന് ആഗ്രഹിച്ച് ഒന്ന് പത്രോസ് 5:8 പറഞ്ഞ പോലെ ശത്രുവായ പിശാച് ആലസിംഹത്തെ പോലെ നടക്കുമ്പോ അവന്റെ ആധിപത്യ ശക്തികളെ, അവന്റെ ശത്രുതയെ, അലറുന്ന ശബ്ദത്തെ നശിപ്പിക്കാൻ കർത്താവിന്റെ സുരക്ഷിതമായ സംരക്ഷണം അവിടുത്തെ തിരുഹൃദയത്തില് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അത് അത്യന്തം ആപേക്ഷിതമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പരമേൽപ്പിച്ച് സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ച മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ വരങ്ങൾ ചിന്തി കൃപകൾ ചൊരിഞ്ഞ് അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തി അനുഗ്രഹിക്കണമേ. ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ. ഒരു തിന്മയും കടന്നു വരേണ്ടയാകാത്ത വിധം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ തൊട്ട് ദൈവികാരന്റെ തൊട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പരമേൽപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വീണ്ടും 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കളെ അങ്ങ് എടുത്തു പിടിക്കണം, ചേർത്ത് പിടിക്കണം. ഒന്നിനും തൊടാൻ പറ്റാത്ത വിധം